ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ പപ്പായ കൊണ്ട് ഒരു രസവാങ്കി കറി ഉണ്ടാക്കി. രസവാങ്കി എന്ന് പറയുമ്പോൾ ഒരു തമിഴ് റെസിപ്പി ആട്ടോ. ഏകദേശം നമ്മുടെ സാമ്പാറും പുളിക്കറിയൊക്കെ വെക്കണില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ സമയത്ത് വരും. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഒരു തമിഴ് റെസിപ്പിയാണത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ, പപ്പായ കൊണ്ട് രസവാങ്കി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പപ്പായ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാം. അപ്പോൾ അത് വേകണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുക്കാനുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, അത് വേകട്ടെ. ഇനി നമുക്ക് വറുക്കാനുള്ളത് ആദ്യം വെളിച്ചെണ്ണയിൽ ഒരു ചെറിയ പീസ് കായം ആദ്യം വറുത്തെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ അതിൻ്റെ പകുതി മല്ലി, അതായത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് കിട്ടും. അപ്പോൾ 2 കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു 1/4 സ്പൂണോളം ഉലുവ. ഇതെല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പിടി നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. അത് ആ ചീഞ്ചട്ടിയുടെ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ ഒരു പിടി പരിപ്പ്, തുമരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ കുറച്ച് പുളിയും കൂടി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി അതിലേക്ക് ഒഴിക്കാം. ഏകദേശം പകുതിക്ക് മുകളിൽ വെന്ത് കഴിഞ്ഞു. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടാറിയിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പൊക്കെ ചേർത്ത് വറുത്ത് അരച്ചത് കാരണം കുറച്ച് നാളികേരമൊക്കെ ചേർത്താണ് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം നോക്കിക്കൊള്ളാം, വെള്ളം എത്ര വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ മതിയോ നോക്കുക. ഉപ്പ് എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി, അപ്പോൾ ലേശം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി കടുക് വറുക്കാനായിട്ട്, അതായത് കടുകും ഉഴുന്നുപരിപ്പും പിന്നെ കുറച്ച് നാളികേരവും കൂടി വറുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വരുന്ന ആ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രസവാങ്കി എന്ന് പറയുന്ന ആ കറി റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാളികേരവും വറുത്തരയ്ക്കണു, വീണ്ടും കടുക് വറുക്കുമ്പോഴും നാളികേരം ചേർക്കണം. ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രസവാങ്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.